ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടിരിക്കുന്നത് എനിക്ക് ഹെയർ പാക്കൊക്കെ ഇടാൻ താല്പര്യമുണ്ട്, മുടി വളർത്താൻ താല്പര്യമുണ്ട്. പക്ഷേ ഇതൊന്നും ചെയ്യാനുള്ള സമയം എനിക്ക് കിട്ടാറില്ല. നിനക്ക് എങ്ങനെയാണ് ഇത്രയും ടൈമൊക്കെ കിട്ടുന്നത് ഇതൊക്കെ ചെയ്യാനെന്നൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ള കൂടുതലായിട്ടുള്ള പരാതികളും കാര്യങ്ങളുമൊക്കെ. എനിക്കതിനുള്ള എക്സ്ട്രാ ടൈം കിട്ടിയിട്ടല്ല. എനിക്കുള്ള ടൈമിൽ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണോണ്ടാണ്. എനിക്ക് ഈ സ്കിൻ കെയർ, ഹെയർ കെയർ ഒക്കെ ചെയ്യാൻ വലിയ താല്പര്യമുള്ള കൂട്ടത്തിലായതുകൊണ്ട് ഞാൻ ഇഷ്ടപ്പെട്ട് ചെയ്യണോണ്ടും എനിക്കതിൽ കഷ്ടപ്പാട് തോന്നാറില്ല. പണ്ട് മുതലേ ഒരു ദിവസം 1 മണിക്കൂറെങ്കിലും ഞാൻ എൻ്റെ സെൽഫ് കെയറിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കും. ഒരു +2 കാലം തൊട്ടേ അങ്ങനെ തന്നെ. അതിൻ്റെ റിസൾട്ട് എനിക്ക് കംപ്ലീറ്റ്ലി കിട്ടിയിട്ടുമുണ്ട്. നിങ്ങൾക്കങ്ങനെ റിസൾട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആകപ്പാടെ സാധനം നിങ്ങളുടെ സമയം മാത്രമാണ്. ഒരു ദിവസം 5 മണിക്കൂറൊന്നും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതിന് വേണ്ടിയിട്ട് ഒരു മണിക്കൂർ ഡെഡിക്കേറ്റഡ് ആയിട്ട്, അതും ആഴ്ചയിൽ 2 വട്ടം മാത്രം ഇങ്ങനെ ഒരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ നിങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്താൽ മതി. ബാക്കി ഹെയർ മസാജ് ഒക്കെ വെറും 10 മിനിറ്റൊക്കെ അല്ലേ വരുന്നുള്ളൂ. അതൊക്കെ പെട്ടെന്ന് കഴിയും. എനിക്കറിയാം നിങ്ങളുടെ അടുത്ത ചോദ്യം പറഞ്ഞാൽ ഇന്ന് ഹെയർ പാക്ക് ഇല്ലേ ചേച്ചി, ഈ വീഡിയോ കണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട, ഇന്ന് ഹെയർ പാക്ക് ഇല്ല. നാളെ പക്ഷേ ഇങ്ങനെയുള്ള ഈ മടി പിടിച്ചവർക്കും ഒട്ടും സമയമില്ല, കൊച്ചു പിള്ളേരൊക്കെ നോക്കാനുണ്ട്, ഹോസ്റ്റലിലാണ് നിൽക്കുന്നത്, ജോലിക്ക് പോകുന്നവരാണ്, എനിക്ക് ഒട്ടും സമയം കിട്ടാറില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു സ്പെഷ്യൽ ഹെയർ പാക്കാണ്. അപ്പോൾ ആ സാധനങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ്, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാനും പറ്റും. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ പിന്നെ ഇന്ന് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ, കുറേ നാളുകൊണ്ട് ഹോസ്റ്റലേഴ്സ് എനിക്ക് മെസ്സേജ് അയക്കുന്നു, ഹോസ്റ്റലുകാർക്കുള്ള ടൈം ടേബിൾ പറ, അങ്ങനെ പറ, ഇങ്ങനെ പറ, ഹോസ്റ്റലേഴ്സിനെ മൈൻഡ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് കുറേ നാളുകൊണ്ട് കുറേ പേര് പറയുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അവരുടെ പ്രശ്നങ്ങൾ എന്താണ്, നിങ്ങൾക്ക് അങ്ങനെ മുടി കൊഴിച്ചിലുണ്ടാവാനുള്ള കാരണം എന്താണ്, നിങ്ങളുടെ മുടി പെട്ടെന്ന് മാറിപ്പോകണം എന്തുകൊണ്ടിട്ടാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ. അതിൻ്റെ റീസണാണ് ഞാൻ പറയാൻ വേണ്ടിയിട്ട് പോണത്. അപ്പോൾ അത് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ശ്രദ്ധിച്ച് കേൾക്കാം. കാരണം അറിഞ്ഞാലേ നമുക്ക് റെമഡീസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ കാരണവും വച്ചുകൊണ്ടിരുന്നിട്ട് നിങ്ങളൊരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്തിട്ട് കാര്യമല്ല. ഈ പറയുന്ന ഏതെങ്കിലും കാരണം നിങ്ങളുടെ ലിസ്റ്റിലുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് നന്നായിട്ട് ഹെയർ കെയർ ചെയ്യണേ. ഹായ്, ഹലോ, ദിസ് മിസ് ഓയിലി ഹിയർ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറയാൻ വേണ്ടിയിട്ട് പോണത്, എന്തുകൊണ്ടാണ് ഹോസ്റ്റലേഴ്സിൻ്റെ മുടി ഇങ്ങനെ ആവുന്നത്. നിങ്ങൾ വീട്ടിൽ നിൽക്കുമ്പോൾ ഒക്കെ നല്ല മുടിയായിരുന്നു, ഹോസ്റ്റലിൽ പോയപ്പോഴത്തേനും ഉള്ള മുടി അത്രയും പോയി എന്നുള്ള കാര്യമാണ്. ആ ഒരു ബേസിക് ഐഡിയ വച്ചതിന് ശേഷം അതൊക്കെ മാറ്റിയിട്ട് അതിൻ്റെയോടൊപ്പം നിങ്ങൾ ഹെയർ കെയർ ചെയ്താൽ നന്നായിരിക്കും. ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് നിങ്ങൾ സ്വന്തം വീട്ടിൽ നിന്ന് കുറച്ചധികം ദൂരെ പോയി മാറി ഹോസ്റ്റലിൽ നിൽക്കുമ്പോഴാണ്, വേറെ സ്റ്റേറ്റിലോ കാര്യങ്ങളിലോ ഒക്കെ നിൽക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. സെയിം ഡിസ്ട്രിക്റ്റിലാണെങ്കിൽ വലിയ പ്രശ്നം വരത്തില്ല, വേറെ ഡിസ്ട്രിക്റ്റിൽ പോവുകയാണെങ്കിൽ പോലും ചിലപ്പം കുറച്ചും കൂടെ നല്ല പ്രശ്നം വരും. പക്ഷെ അതിനെക്കാട്ടിലും കുറച്ചുകൂടെ അധികമാണ് വേറെ സ്റ്റേറ്റിൽ തന്നെ പോകുമ്പോൾ. ഇതിൻ്റെയൊക്കെ കാരണം എന്ന് വെച്ചാൽ, മേജർ കാരണം നമ്മുടെ ക്ലൈമറ്റിൽ വരുന്ന ചേഞ്ചാണ്. നമ്മുടെ ബോഡി നമ്മൾ ജനിച്ചപ്പോൾ തൊട്ട് ഒരു ഹാബിറ്റായിട്ടുമായിട്ട് സ്യൂട്ടബിൾ ആയിട്ടാണ് ഇരിക്കുന്നത്. അത് സ്കിന്നിനായാലും ഹെയറിനായാലും. പെട്ടെന്ന് ഈ ഒരു ക്ലൈമറ്റിൽ വരുന്ന വ്യത്യാസം, ഇപ്പം കേരളത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു സമയത്ത് മഴയായിരിക്കും, ഒരു സമയത്ത് വെയിലായിരിക്കും, അടുത്ത സമയത്ത് തണുപ്പായിരിക്കും. ഇതൊരു സ്റ്റേബിളായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന സിസ്റ്റമാണ്. അത് നമ്മുടെ ബോഡിക്ക് അറിയാം. നമ്മുടെ ബോഡിക്ക് പെട്ടെന്ന് സെൻസ് ചെയ്യാൻ പറ്റും അടുത്ത് ഇനി മഴയാണ് വരാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇവിടുത്തെ ആ മഴയുടെ കാഠിന്യവും ചൂടിൻ്റെ കാഠിന്യവും ഒക്കെ ആ ഒരു ലെവലേ കാണത്തുള്ളൂ. വേറൊരു സ്ഥലത്ത് പോകുമ്പോൾ അതിൻ്റെ അളവൊക്കെ കുറച്ചുകൂടെ കൂടുതലായിരിക്കും, അല്ലെങ്കിൽ കുറച്ചുകൂടെ കുറവായിരിക്കും. പക്ഷേ നമ്മുടെ ബോഡിക്ക് ആപ്പാടെ അറിയാവുന്നത് എന്താ, നമ്മൾ ഇത്രയും നാളും താമസിച്ച സ്ഥലത്തുള്ള ആ ഒരു ടെമ്പറേച്ചറിൻ്റെ അളവും ആ ഒരു വരാൻ പോകുന്ന സമയം, ടെമ്പറേച്ചർ മാറാൻ പോകുന്ന സമയം, ഇതൊക്കെ നമ്മുടെ ബോഡിക്ക് നമ്മൾ ഇത്രയും നാളും താമസിച്ച സ്ഥലത്തുള്ളതേ അറിയത്തുള്ളൂ. പെട്ടെന്ന് നമ്മളൊരു സ്ഥലത്തോട്ട് മാറി താമസിക്കുമ്പോഴത്തേനും അവിടുത്തെ ക്ലൈമറ്റ് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്, അവിടുത്തെ വെതർ മാറിയിരിക്കും. അങ്ങനെ പ്രശ്നങ്ങൾ വരുമ്പോഴത്തേനും നമ്മുടെ ബോഡിക്ക് അത് അറിഞ്ഞുകൂടാ. അങ്ങനെ പെട്ടെന്ന് നമ്മുടെ ബോഡിക്ക് ഒരു സ്ട്രെസ്സ് കിട്ടുകയാണ്. മെയിനായിട്ടും ഈ ഒരു സ്ട്രെസ്സാണ് നമ്മുടെ ഹെയറിനെയും സ്കിന്നിനെയും ഒക്കെ ബാധിക്കുന്നത്. സ്കിന്നിന് പക്ഷെ പെട്ടെന്ന് അങ്ങനെ അറിയാൻ പറ്റില്ല. സ്കിന്നിൽ കൂടുതലും മെലാനിൻ പ്രൊഡക്ഷൻ വരുന്നുണ്ട്. നിങ്ങൾ കുറച്ചൊന്ന് കറുക്കും, അല്ലെങ്കിൽ ടാൻ അടിക്കും, അത്രയൊക്കെ നിങ്ങൾ മാക്സിമം അറിയാൻ പോകുന്നുള്ളൂ. ടാൻ അടിക്കുമ്പോൾ തന്നെ നമ്മുടെ സ്കിൻ പ്രൊട്ടക്റ്റഡ് ആണ്. മെലാനിൻ കൂടുന്നതും നമ്മൾ ഡാർക്ക് ഷെയ്ഡിലോട്ട് മാറുന്നതും സത്യം പറഞ്ഞാൽ നമ്മുടെ സ്കിൻ നന്നായിട്ട് പ്രൊട്ടക്റ്റഡ് ആവുന്നതാണ്. അതുകൊണ്ട് സ്കിന്നിന് അധികം പ്രോബ്ലംസ് വരത്തില്ല. പക്ഷെ ഹെയറിന്റെ കാര്യം വരുമ്പോഴത്തേനും ഈ സ്ട്രെസ് വരുന്ന റൂട്ടിലാണ്. മുടി ഓൾറെഡി ബ്ലാക്ക് കളറിലല്ലേ ഇരിക്കുന്നത്, അപ്പോൾ മുടിയും പ്രൊട്ടക്റ്റഡ് അല്ലേ, അങ്ങനെ ചിന്തിക്കേണ്ട. സ്ട്രെസ് വരുന്നത് നമ്മുടെ റൂട്ടിലാണ്. നമ്മുടെ ഇന്റേണൽ സ്ട്രെസ് വരുന്നത് അതൊക്കെ ബാധിക്കുന്ന റൂട്ടിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് റൂട്ടിൽ നിന്ന് കൊഴിഞ്ഞു പോവുക, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. ഒരുപാട് ഹെയർ ഫോൾ ഉണ്ടാവുന്നതൊക്കെ മെയിനായിട്ടും ഈ ക്ലൈമറ്റിൻ്റെയും സ്ട്രെസ്സിൻ്റെയും പ്രശ്നം കൊണ്ടാണ്. പിന്നെ നിങ്ങൾ ഒരു സ്ഥലത്തോട്ട് മാറി താമസിക്കുകയില്ല, അപ്പോൾ നിങ്ങളുടെ ഇത്ര നാളുണ്ടായിരുന്ന ജീവിതമേ മാറണം. മറ്റേ വീട്ടിൽ നിൽക്കുമ്പോൾ ചോദിക്കുമ്പോൾ ഫുഡ് കിട്ടും, എല്ലാം ചെയ്തു തരാൻ കൂടെ 10 പേര് കാണും. പക്ഷെ വേറെ ഒറ്റയ്ക്ക് താമസിക്കുമ്പോഴത്തേനും നമ്മൾ കുറച്ചുകൂടെ സ്ട്രെസ്ഡ് ആകുമ്പോൾ എല്ലാം നമ്മൾ തന്നെ മാനേജ് ചെയ്യണം. ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ മാനേജ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ വരും. പിന്നെ ജോബ് ആണെങ്കിൽ അതിൻ്റെ ടെൻഷൻ, പഠിത്തമാണെങ്കിലും വർക്ക് ലോഡ് ടെൻഷൻ. അങ്ങനെ നമ്മൾ വീട്ടിൽ നിൽക്കുന്ന ഒരു എൻവയോൺമെൻ്റ് അല്ലല്ലോ വേറൊരു സ്ഥലത്ത് പോകുമ്പോൾ. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അതിപ്പം താരൻ്റെ പ്രോബ്ലം ആയാലും
ഹെയർ ഫോൾ ആയാലും എന്തായാലും ഈ കംപ്ലീറ്റ് ഫാക്ടറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അല്ലാണ്ട് അത് ഒരൊറ്റ കാരണം കൊണ്ടിട്ടൊന്നും അല്ല ഈ പ്രശ്നം വരുന്നത്. അതിനി മാറ്റാൻ വേണ്ടി പറ്റത്തില്ല. എൻ്റെ മുടി കൊഴിയുന്നു, അതുകൊണ്ട് ഞാൻ നാളെ തൊട്ട് ടെൻഷൻ അടിക്കേണ്ടെന്ന് വിചാരിച്ചാൽ അങ്ങനെ കോൺഷ്യസ്ലി നമുക്ക് മാറ്റാൻ പറ്റുന്ന ഒന്നല്ലല്ലോ ടെൻഷൻ. നിങ്ങൾ പതുക്കെ പതുക്കെ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുക, ടെൻഷനൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട്. ഇതുകൊണ്ടാണ് മുടി കൊഴിച്ചിൽ വരുന്നതെന്നുള്ളത് ആദ്യം റിയലൈസ് ചെയ്യുക, അതാണ് മെയിൻ കാര്യം. ഇനി അടുത്ത ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്, എല്ലാവരും പറയുന്ന കാര്യമാണ്, ക്ലോറിനേറ്റഡ് വാട്ടർ ആയതുകൊണ്ട് എൻ്റെ മുടി ഭയങ്കരമായിട്ട് കൊഴിഞ്ഞു പോകുന്നു. അപ്പോൾ ഞാൻ അവർക്ക് പേഴ്സണലി ആണെങ്കിലും കമൻസിലാണെങ്കിലും റിപ്ലൈ കൊടുക്കുന്ന കാര്യമാണ്, ക്ലോറിനേറ്റഡ് വാട്ടർ ആയതുകൊണ്ടല്ല നിങ്ങളുടെ മുടി കൊഴിയുന്നത്. ക്ലോറിൻ വാട്ടർ സത്യത്തിൽ അത്ര ഭീകരമായ ഒരു പ്രശ്നമല്ല. അതിനെ കറക്റ്റായിട്ട് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ അത്ര വലിയൊരു പ്രോബ്ലമാറ്റിക് ആയിട്ട് വരത്തില്ല. കാരണം ഞാനും ജനിച്ചപ്പോൾ തൊട്ടേ കിണറ്റിലെ വെള്ളത്തിലാണ് കുളിച്ചുകൊണ്ടിരുന്നത്. കുറേ വർഷങ്ങളായിട്ട് എൻ്റെ മുടിക്ക് ആ വെള്ളമേ അറിയത്തുള്ളൂ. പക്ഷേ ഒരു 3 വർഷത്തിന് മുന്നേ കണ്ടെയാണ് ഇവിടെയും പൈപ്പ് ലൈൻ വെള്ളം ആക്കിയത്, ക്ലോറിനേറ്റഡ് വെള്ളം ആയത്. അതിനുശേഷം എൻ്റെ മുടി അങ്ങനെ കൊഴിച്ചില്ല, എനിക്കങ്ങനെ കൊഴിച്ചിലൊന്നും വന്നിട്ടൊന്നുമില്ല. എനിക്കും വരണ്ടേ, ക്ലോറിനാണ് പ്രശ്നമെങ്കിൽ എനിക്കും മുടി കൊഴിച്ചിലുണ്ട്. പക്ഷെ എനിക്ക് മുടി കൊഴിച്ചിൽ വന്നില്ല, മുടി പൊട്ടി പോകലാണ് കൂടുതലും വന്നത്. പിന്നെയാണ് ഞാൻ കാരണം മനസ്സിലാക്കി അതിനെ കറക്റ്റായിട്ട് ട്രീറ്റ് ചെയ്തപ്പോൾ അതൊക്കെ മാറിയത്. അതെന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ക്ലോറിനേറ്റഡ് വാട്ടർ ആണെങ്കിലും ഹാർഡ് വാട്ടർ ആണെങ്കിലും ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ, ഹാർഡ് വാട്ടറിലാണെങ്കിലും ക്ലോറിനേറ്റഡ് വാട്ടറിലാണെങ്കിലും ക്ലോറിനും ഉണ്ട്, ഹാർഡ് വാട്ടറിലാണെങ്കിൽ മെഗ്നീഷ്യം, കാൽഷ്യം അയോൺസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ കുളിക്കുന്ന സമയത്ത് ഈ സാധനം ചുമ്മാ അങ്ങ് ഒലിച്ചു പോവുകയല്ല, നമ്മുടെ മുടിയിൽ ഡെപ്പോസിറ്റ് ആവുകയാണ്. ഇങ്ങനെ ഡെപ്പോസിറ്റ് ആയി ഒരു പരിധി കഴിയുമ്പോഴത്തേനും മുടിയിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ബിൽഡപ്പ് ഉണ്ടാവില്ലേ, അതുപോലെ മുടിയിൽ ഒരു മുടി നാളിൽ നിറയെ ബിൽഡപ്പ് ഉണ്ടാകുമ്പോൾ മുടിക്ക് നമ്മളിപ്പം ഒരുപാട് അങ്ങനെ തിന്നായിട്ടുള്ള ഒരു സാധനമാണെങ്കിൽ അതിൽ ഒരുപാട് സാധനം വന്ന് അടിഞ്ഞു കൂടുമ്പോൾ അത് പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള ടെൻഡൻസി കൂടത്തില്ലേ. അങ്ങനെ മുടി കെമിക്കൽ എല്ലാം കൂടെ വന്ന് ബിൽഡപ്പ് ചെയ്ത് പൊട്ടി പോകുന്നതാണ് നിങ്ങൾക്ക് ഈ മുടി പോകുന്നത്, ക്ലോറിനേറ്റഡ് ആയതിനു ശേഷം മുടി പോകുന്നതെന്ന് പറഞ്ഞ് തോന്നുന്നത്. എനിക്കും അതുണ്ടായിരുന്നു, മുടി പൊട്ടി പോലുണ്ടായിരുന്നു. ഞാൻ ഇതിനു വേണ്ടി ചെയ്ത റെമഡി എന്ന് വെച്ചാൽ നല്ല ഒരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു കണ്ടീഷണർ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ യൂസ് ചെയ്യുന്ന കണ്ടീഷണർ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ലോറിയൽ പാരീസിൻ്റെ കളർ പ്രൊട്ടക്ടർ എന്ന് പറയുന്ന കണ്ടീഷണറാണ് ഞാൻ യൂസ് ചെയ്തത്. അത് എൻ്റെ മുടിക്ക്, എനിക്ക് എക്സ്ട്രീംലി ഫ്രിസിയറാണ്, എൻ്റെ മുടിക്ക് അത് പെർഫെക്റ്റ് ആണ്. കുറേ വർഷമായിട്ട് ഞാൻ അത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ഫ്രിസ് മാറിയില്ലെങ്കിൽ ഞാൻ ഒരു സെറവും കൂടെ ആഡ് ചെയ്ത് യൂസ് ചെയ്യാറുണ്ട്. കുളിച്ചിറങ്ങി വന്നിട്ട് നനഞ്ഞ മുടിയിൽ സെറം തേക്കാറുണ്ട്. അതാകുമ്പോഴത്തേനും ഓൾമോസ്റ്റ് എൻ്റെ മുടിയുടെ ഫ്രിസ് കൺട്രോൾ ആവും, ഈ തൊടുമ്പോഴുള്ള ബ്രേക്കേജും കാര്യങ്ങളൊന്നും വരത്തില്ല. പിന്നെ ചെയ്യേണ്ടത്, ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഹാർഡ് വാട്ടർ ആണ് അല്ലെങ്കിൽ ക്ലോറിനേറ്റഡ് വാട്ടർ ആണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കയ്യിൽ വെച്ചിരിക്കേണ്ട ഒരു സാധനമാണ് ക്ലാരിഫയിങ് ഷാമ്പു. നിങ്ങളുടെ വീട്ടിലാണെങ്കിലും ഇതുപോലത്തെ ഹാർഡ് വാട്ടർ ആണ് ഉള്ളെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഉറപ്പായിട്ടും ഒരു ക്ലാരിഫയിങ് ഷാമ്പു വേണം. ക്ലാരിഫയിങ് ഷാമ്പു എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ബിൽഡപ്സ് എല്ലാം ഇളക്കി കളയാൻ വേണ്ടിയിട്ടുള്ളൊരു സ്ട്രോങ് ഷാമ്പു ആണ്. അതിട്ട് കഴുകി കളഞ്ഞാൽ മുടി നന്നായിട്ട് ഡ്രൈ ആവും. അതായത് എല്ലാ ഓയിൽസും എല്ലാ സാധനവും കംപ്ലീറ്റ്ലി അത് വലിച്ചെടുത്ത് കളയും. അതുകൊണ്ട് അതിട്ട് ഷാമ്പു ചെയ്ത് കുളിച്ച ഉടനെ നമ്മൾ കണ്ടീഷണറും കൂടെ ഇട്ടിട്ട് വേണം കുളിച്ചിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ മുടി ഭയങ്കരമായിട്ട് ഡ്രൈ ആവും, സാധാരണ ഷാമ്പു പോലെയല്ല. നിങ്ങൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളുള്ള ആളുകളാണെങ്കിൽ ഉറപ്പായിട്ടും ക്ലാരിഫയിങ് ഷാമ്പുവിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഈ 2 മേജർ പ്രോബ്ലംസ് ആണ് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന ആൾക്കാരെ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ആ പ്രോബ്ലം, അതിൻ്റെ സൊല്യൂഷനും ഇതാണ്. പിന്നെ വരുന്ന കാര്യമാണ്, നിങ്ങൾക്ക് ഓൾറെഡി മുടിക്ക് പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ ഉള്ളില്ല, താരനുണ്ട്, അങ്ങനത്തെ പ്രോബ്ലംസ് ഉള്ള ആൾക്കാർ, അവർക്കും നേരത്തെ പറഞ്ഞ പ്രശ്നങ്ങളുള്ള ആൾക്കാർക്കും എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന 100% വർക്കിംഗ് ആയിട്ടുള്ളൊരു അടിപൊളി റെമഡി ഹെയർ പാക്കാണ് പറയാൻ വേണ്ടിയിട്ട് പോണത്. മുടി നല്ല സോഫ്റ്റ് ആക്കും, ഹെയർ ഫോളൊക്കെ നന്നായിട്ട് കുറയ്ക്കും, ഡാൻഡ്രഫും നന്നായിട്ട് കുറയ്ക്കും. എല്ലാം ഓൾ ഇൻ വൺ പാക്കാണ്. എന്ന് വെച്ച് ഈ പാക്ക് തന്നെ ആയുഷ്കാലം മൊത്തം ഇടാം എന്നല്ല ഞാൻ പറഞ്ഞു, ഇതൊരു ചാലഞ്ചാണ്. അപ്പോൾ ഈ പാക്ക് ഒരു പ്രാവശ്യം ഇടുക, അടുത്ത പാക്ക് ഞാൻ അടുത്ത പ്രാവശ്യം കാണിക്കും. ഈ പാക്ക് എന്തായാലും ഒരു പ്രാവശ്യം ഇട്ടാൽ മതി. നമ്മൾ ഇതേ ഇൻഗ്രീഡിയൻസ് തന്നെ അടുത്ത പാക്കിലൊക്കെ മാറ്റിയൊക്കെ ചെയ്യും. അപ്പോൾ ഈ സാധനത്തിൻ്റെ ഗുണങ്ങൾ എന്തായാലും നിങ്ങൾക്ക് അടുത്ത പാക്കിലും കിട്ടും.